ജോലിക്ക് വേണ്ടി മാത്രമാണ്. അവിടുന്ന് സ്കൂളിലേക്ക് വരുമ്പോഴുള്ള നമ്മുടെ പരിചയം ഉണ്ടാവുമല്ലോ. ആദ്യമായിട്ട് ഒരു പരിചയിക്കാത്ത സ്ഥലം, പരിചയിക്കാത്ത ഒരു പ്രത്യേക നമ്മളിൽ നിന്ന് നമ്മൾ വള്ളുവനാട്ടിൽ നിന്ന് വരുന്ന ഒരു മലബാറിൽ തന്നെ പെട്ട ഒരു സ്ഥലത്തായിരുന്നു എൻ്റെ വീടെങ്കിലും ഇവിടെ വരുമ്പോഴുള്ള ഒരു പരിചയം ഉണ്ടായിരുന്നു. അതെല്ലാം എൻ്റെ അന്നത്തെ സീനിയർ അധ്യാപകരാണ്. നീയും ഇവിടുത്തെ ഒരംഗമാണ്, നിന്നെയും ഞങ്ങളോടൊപ്പം ചേർക്കുന്നു എന്ന് പറഞ്ഞ് കൂടെ കൂട്ടിയത്. പറയുമ്പോൾ വിഷമത്തോടെ പറയുന്നത് ഈ തജ്ജുരിച്ച് ഒരനിയത്തിക്ക് എങ്ങനെയാണോ കരുതൽ തരേണ്ടത് അങ്ങനെ ഒരു കരുതൽ തന്നിട്ടാണ് ടീച്ചർ എന്നെ അടുത്ത് പിടിച്ചിരിച്ചത്. എത്തുമ്പോൾ ചോദിച്ചു, അനിലിൻ്റെ വീട്ടിലെ ആണല്ലേ? അതിനകത്തെ വൈസ് ചാൻസലർ അറിയുന്നതാണ്, അവരുടെ കുടുംബാംഗമാണല്ലേ എന്ന് പറഞ്ഞ് ടീച്ചറെ ആ ഫ്ലാസ്കിൽ ആ കാപ്പി എനിക്കെന്ന് പറഞ്ഞു. ഇതും കുടിച്ച് എനിക്ക് അടുത്തിരുന്നു, ക്ലാസ്സൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഒപ്പം കൂടെ നിന്ന അധ്യാപകൻ മോളി ടീച്ചറ്, ഖാദർ മാഷ് വേദിയിലിരിക്കുന്നുണ്ട്, ഖാദർ മാഷ്, അതുപോലെ എല്ലാ അധ്യാപകരും. അന്ന് ചാർജ് രാമമാഷ്കായിരുന്നു. ഈശ്വരനെ വിചാരിച്ച് രജിസ്റ്ററിൽ സൈൻ ചെയ്യാനാണ് പറഞ്ഞത്. എൻ്റെ സമയത്ത് തന്നെ നമ്മുടെ രാമകൃഷ്ണ മാഷ് വന്ന ഓഫീസിലുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരേ ദിവസമാണ് ജോയിൻ ചെയ്തത്. അവിടുത്തെ ഇങ്ങോട്ട് കാലങ്ങൾ കടന്നുപോയി. ആവശ്യമായ ക്ലാസ് മുറികളോ സൗകര്യങ്ങളോ ഇല്ലാതെ ഒരുപാട് കുട്ടികൾ എത്തിച്ചേരുന്ന ഒരു വിദ്യാലയമായിരുന്നു നമ്മുടെ വിദ്യാലയം. ആ കാലഘട്ടത്തിലേക്കൊന്ന് നോക്കുമ്പോൾ ഈ കാണുന്ന കെട്ടിടങ്ങളോ സൗകര്യങ്ങളോ ഒന്നും അന്നില്ല. എന്നെ ഇവിടെ അധ്യാപികയായിട്ട് നിയമിച്ച ഹംസ ഹാജിയെ, അദ്ദേഹത്തെ ആദരവോടുകൂടി ഈ നിമിഷത്തിൽ ഞാൻ ഓർക്കുകയാണ്. അതുപോലെ റസാഖ് ഹാജിയാണ് എൻ്റെ ജ്യേഷ്ഠനോടുകൂടി പറഞ്ഞ് നിന്റെ പെങ്ങളെ ഞങ്ങളുടെ സ്കൂളിലേക്ക് ചേർക്കാം, അവിടെ +2 ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഞാൻ കോളേജിൽ എനിക്ക് ജോലി അന്വേഷിച്ച് നിൽക്കുന്ന സമയമായി. ഇങ്ങോട്ട് പോന്നോളൂ, നിങ്ങളുടെ കൂട്ടരൊക്കെ അവിടെ ഉണ്ടല്ലോ എന്നും പറഞ്ഞ് എൻ്റെ ബ്രദറോട് പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് റസാഖ് ഹാജിയാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് 92 മുതലുള്ള കാലഘട്ടം ആലോചിച്ച് നോക്കിയാൽ ധാരാളം കുട്ടികൾ നമ്മുടെ സ്കൂളിൽ വന്നു ചേരും. സമീപത്തുള്ള സ്കൂളുകളിൽ നിന്നൊക്കെ പറ്റും. എന്തു പ്രശ്നം ഉണ്ടായാലും ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു അധ്യാപകരാണ് നമ്മുടെ സ്കൂളിൽ ഉണ്ടായിരുന്നത്. ഓരോരുത്തരും പേരെടുത്ത് പറയുന്നില്ല, വേദനയോടുകൂടി ഓർക്കുന്ന നമ്മുടെ സുരേഷ് മാഷ്, പുറത്ത് തട്ടിയിട്ട് സുനത എന്ന് വിളിക്കുന്ന ഗോപി മാഷ്, സുധ ടീച്ചർ, അതുപോലെ ടീച്ചർ, അവരൊക്കെ നമുക്ക് കൂട്ടായി നിന്നാണ്. ജീവിതത്തിൽ ഏത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മുടെ കൂടെ നിൽക്കുന്ന അധ്യാപകരാണ് അവിടെ. ആ കൂട്ടായ്മ ആയിരിക്കാം 46 വയസ്സ് പിന്നിട്ട നമ്മുടെ വിദ്യാലയത്തിന്, നൂറ്റാണ്ടുകൾ പിന്നിട്ട വിദ്യാലയങ്ങളോടൊപ്പം നിൽക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ടായിരിക്കുന്നത്. നമ്മളോർക്കുക, നമ്മൾ ഒറ്റക്കെട്ടായി നിന്നതിൻ്റെ അന്നത്തെ ആ ഒരു കാര്യം, ആ ഒരു ഒറ്റക്കെട്ടിലൂടെയാണ് ഈ ബിൽഡിംഗ് ഉണ്ടായിരിക്കുന്നത്. ഈ വിദ്യാർത്ഥികളൊക്കെ നമ്മുടെ വിദ്യാലയത്തെ തേടി വരുന്നത്. അവിടെ ഒരു പ്രശ്നങ്ങൾക്കും നമ്മളെ വേർപിരിക്കാൻ സാധിക്കരുത്. അതിനുള്ള ഒരിട നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അത്രയാണ് എനിക്ക് പ്രത്യേകിച്ചും പറയാനുള്ളത്. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് 2010 അപ്പോൾ ഹയർ സെക്കൻഡറി വന്നു. ഔപചാരികമായിട്ട് ഹയർ സെക്കൻഡറി വരണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, മാത്സ് പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നുള്ള സത്യം തന്നെയാണ്. ഔപചാരികമായി പല കാരണങ്ങളാൽ എനിക്ക് ചാർജ് എടുക്കേണ്ടി വന്നത്. എന്നെ വിശ്വസിച്ചേൽപ്പിച്ചത് സെയ്ദു ഹാജിയാണ് ഈ ജോലി. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപാകതകൾ ഉണ്ടാവാം. എൻ്റെ മുഴുവൻ സമയവും ഇവിടെ ചെലവഴിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം KHS ആണ് എൻ്റെ ജീവിതം, എൻ്റെ ഭക്ഷണം. ഞാനത് മാനേജർ തരുമ്പോൾ പറഞ്ഞിരുന്നു. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, മുന്നിൽ നിൽക്കുന്ന കുട്ടികൾ തൻ്റെ കുട്ടികളല്ല എന്ന് തോന്നുന്ന നിമിഷം പണി മതിയാക്കി വീട്ടിലേക്ക് വന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വരുന്നു. അത് ഒരുപാട് പാലിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുമുണ്ട്. എൻ്റെ കരുതൽ കൂടുതൽ കുട്ടികളെ കരുതുമ്പോൾ അവർക്ക് ചില അനിഷ്ടങ്ങളൊക്കെ ഉണ്ടാവാം, അവരുടെ പ്രായമാണ്. ഇന്നലെ ചോദിച്ചിരുന്നു, ടീച്ചർ അവരൊക്കെ കളിക്കുന്ന കണ്ടില്ലേ, ഞങ്ങളെ സമ്മതിച്ചു ടീച്ചർ എന്ന് ചോദിച്ചു. ചെറിയ രീതിയിലും അവർക്കും സെൻഡ് ഓഫ് നടത്തി കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരുപാട് കുട്ടികളെ കരുതലും മനസ്സിൽ അവരൊരു തരത്തിലും വേറെ രീതിയിലേക്ക് പോകരുത് എന്നുള്ളതും ഞാൻ വളരെയധികം ചിന്തിച്ചിരുന്നുള്ളത് സത്യം തന്നെയാണ്. അത് കുട്ടികൾക്ക് ചില അനിഷ്ടങ്ങളൊക്കെ തോന്നിയിരിക്കും. അത് അവരിതൊക്കെ തോന്നി
ആയിക്കോട്ടെ, പക്ഷെ ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യാൻ ശ്രമിച്ചിരുന്നു. എന്നോടൊപ്പം എൻ്റെ സഹപ്രവർത്തകരും കൂടെ നിന്നിരുന്നു എന്നുള്ളത് ഞാൻ വളരെ നന്ദിയോടുകൂടി തന്നെ ഓർക്കും. 3 ഹെഡ് മാസ്റ്റർമാരുടെ കീഴിൽ എനിക്ക് സഹകരിച്ച് പ്രവർത്തിക്കേണ്ടി വന്നിട്ടുണ്ട്. അവസാനത്താണ് ജബ്ബാർ മാഷ്. എത്ര നന്ദി പറഞ്ഞാലും ജബ്ബാർ മാഷോട് തീരില്ല. കാരണം മാഷാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒപ്പം എന്നെ വിളിച്ചു കൂട്ടുകയാണ്. സുന്ദർ ടീച്ചർ എന്ന പരിപാടിയുണ്ട്. കാരണം ഹയർ സെക്കൻഡറിയെ കുറിച്ച് അറിയാമല്ലോ, അവിടെ ക്ലർക്കും പിയൂണൊന്നും ഇല്ല, എല്ലാം അധ്യാപകരാണ് ജോലി ചെയ്യുന്നത്. അപ്പം അതിൻ്റെ തിരക്കിൻ്റെ ഇടയിലും അവരൊക്കെ എന്നെ സഹകരിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ നന്ദിയോടുകൂടി ഓർക്കണം. നമ്മുടെ വിദ്യാലയം ഈ ജില്ലയിലെ തന്നെ, ഈ സംസ്ഥാനത്ത് തന്നെ അറിയപ്പെടുന്ന വിദ്യാലയമായി തീരണം. അറിയും കുട്ടികളുടെ എണ്ണം കൊണ്ട് മാത്രമല്ല, കുട്ടികളെ അങ്ങോട്ട് അയച്ചാൽ സമൂഹത്തിനുതകുന്ന നല്ല പൗരന്മാരായി വാർത്തെടുക്കാൻ കഴിവുള്ള ഒരു പറ്റം അധ്യാപകരും നമ്മുടെ വിദ്യാലയത്തിലുണ്ട്. അവരുടെ കഴിവുകളൊക്കെ പുറത്തു കൊണ്ടുവരണം. ആ കഴിവുകളിലൂടെ നല്ലൊരു സമൂഹത്തെ, നല്ലൊരു പൗരന്മാരെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയണം. ഒരു കാര്യം കൂടി പറയട്ടെ, ലക്ഷ്യബോധമില്ലാത്ത ആൾക്കൂട്ടമായി മാറരുത് വിദ്യാർത്ഥി സമൂഹം. അവർ ലക്ഷ്യബോധമുള്ള നല്ല കുട്ടികളായി തന്നെ, ഉണർന്ന് പ്രവർത്തിക്കുന്ന നല്ല വ്യക്തികളായി തന്നെ മാറാനായിട്ട് നമ്മൾ മുന്നോട്ടിറങ്ങി കഠിന പ്രയത്നം ഇനിയും ചെയ്യണം. ഒരു കമ്മീഷനുകൾ ഉണ്ടായിക്കോട്ടെ, അവർ നമ്മളെ പല കാര്യങ്ങളിൽ നിന്നും നമുക്ക് കഴിയണം. എന്തെങ്കിലും പറഞ്ഞാൽ രക്ഷിതാക്കൾ, നമ്മുടെ എല്ലാ പ്രവർത്തികളും അവസാനം രക്ഷിതാക്കൾ നമ്മളെ കുറ്റപ്പെടുത്തും. ചില സമയത്ത് അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവിച്ച വ്യക്തിയാണ് ഞാൻ. കുറ്റപ്പെടുത്തിക്കോട്ടെ, സമൂഹം കുറ്റപ്പെടുത്തിക്കോട്ടെ, പക്ഷേ നമ്മുടെ അധ്യാപകരും നമ്മുടെ മാതാപിതാക്കളും നമ്മളെ പല കാര്യങ്ങളിൽ നിന്നും വിലക്കിയില്ലെങ്കിൽ നമ്മൾ ഈ സ്ഥാനത്തെത്തുമായിരുന്നു എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഇപ്പം നമ്മൾ നമ്മുടെ കടമ ചെയ്തുകൊണ്ടേയിരിക്കുക. പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷെ നമ്മൾ ഒറ്റക്കെട്ടല്ലേ, പിന്നെ നമുക്ക് എന്ത് പേടിക്കാനുള്ളത്? നമ്മളെല്ലാവരും ഒന്നാണ്. ഈ ഇവിടെ വർക്ക് ചെയ്യുന്ന 150 അധ്യാപകരും ഒരേ ചിന്തയോടുകൂടി വരുന്നവരാണ്. കുട്ടികളെ പഠിപ്പിക്കുക, നല്ല നിലയിൽ അവരെ വളർത്തുക, അവരെ മാതാപിതാക്കളോടൊപ്പം ചേർന്ന് നല്ല വ്യക്തികളാക്കി തീർക്കുക. അതിൻ്റെ ഇടയിലുണ്ടാവുന്ന ഒരു പ്രശ്നങ്ങളും നമുക്ക് അതൊന്നും കണക്കാക്കേണ്ട ആവശ്യം തന്നെയില്ല. നമ്മുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടേയിരിക്കും. നല്ലൊരു PTA 7ഓളം PTA കമ്മിറ്റികളോടുകൂടി വർക്ക് ചെയ്യാനായിട്ടൊരു അവസരം കിട്ടിയിട്ടുണ്ട്. 3 വർഷമായി കുടുംബാംഗങ്ങളെ പോലെ നമ്മുടെ കൂടെ ഉള്ള PTA കമ്മിറ്റികളാണ്. അതുപോലെ തന്നെ OSCയും അതെ, എല്ലാവരും ഒപ്പം തന്നെ സഹകരിച്ചിട്ടുണ്ട് എൻ്റെ ഈ ഔദ്യോഗിക ജീവിതം പൂർത്തിയാക്കാനായിട്ട്. എല്ലാവരോടും നന്ദി പറയുകയാണ്.